മടുത്ത് മനുഷ്യൻ. ഇവിടെ കൂട്ട കുരുമുളകും ഉണ്ട്, അതാണ് പറിക്കാനും കിട്ടൂല. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഷോട്ട് വെച്ച് എടുക്കേണ്ടി വരും. പറിക്കാൻ ഒരാളെയും കിട്ടുന്നില്ല. ആകെ ഒരു മരം ഉണ്ട്, അതിനൊരു ആളെയും കിട്ടൂല. ചൂടും വെയിലും കൊണ്ട് ഒരു രക്ഷയില്ല. വെള്ളം കുടിക്കാനും കഴിക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം എടുത്തിട്ടുമില്ല. ഞാൻ മോളത്തെ അമ്മേൻ്റെ സ്വഭാവം തീരെ പറ്റൂല. എന്നോട് പോയി ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരുമോന്ന് ആർക്കറിയാം. അതിനങ്ങനെ ഇങ്ങനെ ആൾക്കാരൊന്നും ചെല്ലുന്നതിന് ഇഷ്ടമല്ല. നമ്മളെയൊക്കെ എന്തോ കണ്ടുവിടാത്ത സ്വഭാവം. എന്തായാലും ദാഹിച്ചിട്ട് വയ്യ. പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു നോക്കാം, കിട്ടുമോ അറിയില്ല. 2 മുരിങ്ങേൻ്റെ ഇല പറിക്കട്ടെ. എൻ്റെ അമ്മേൻ്റെ കാലിന് ഭയങ്കര വേദന വീണിട്ട്. ഇത് ചതച്ചിട്ട് കെട്ടി കൊടുത്താൽ വേദനയ്ക്ക് ചിലപ്പോൾ കുറവുണ്ടാവും. കുരുമുളക് ചാടി നടക്കുന്നുണ്ടല്ലോ അല്ലേ. കുറച്ച് കിട്ടിയത് ഇവിടെ ഇരിക്കട്ടെ, പിന്നെ വീട്ടിൽ പോകുമ്പോൾ എടുക്കാം. ഇതും ഇവിടെ ഇരിക്കട്ടെ. ആ അമ്മേനോട് കുറച്ച് വെള്ളം ചോദിച്ചു നോക്കാം. കത്തി ഇവിടെ ഇരിക്കട്ടെ. കഴിച്ചിട്ട് തൊണ്ട വരളുന്നുണ്ട്. അമ്മേ കളിക്കാനും വിറകുണ്ടാക്കാനും വരാനൊന്നും എന്നെ കൊണ്ട് വയ്യ. കയറി മനുഷ്യൻ മടുത്ത്. ഇനി എന്തായാലും ഇച്ചിരി വെള്ളം കൊണ്ട് വന്നില്ലെങ്കിൽ ശരിയാവില്ല. പോയി നോക്കട്ടെ, അത് തരുമോയെന്ന് അറിയില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം എടുത്താ മനുഷ്യ വെള്ളം കിട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെയിലാവുന്നതിൻ്റെ മുന്നേ വിറകുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ചൂടും കൊണ്ട് ഒരു രക്ഷയില്ല. വെയിലില്ലേലും ചൂട് നല്ല ചൂടാണ്, സഹിക്കുന്നില്ല. എൻ്റെ അമ്മ അത് മുന്നേ തന്നെ ഇരിപ്പുണ്ട്. എന്താണാവോ പറയാം. ഒരു പൂച്ചക്കുട്ടി എന്താ അമ്മേ ഒരു വെള്ളം തരുമോ? ഞാൻ വെള്ളമൊന്നും തരൂല. ഇവിടെ വെള്ളത്തിൽ എടുത്തിട്ട് കൈ പിടിച്ച് പോന്നാൽ പോരെയോ. ഞാനേ ഇവിടെ ഇച്ചിരി വിറകെടുക്കാൻ വന്നതാ. അപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. ഭയങ്കര ദാഹം. കുറച്ച് വെള്ളം ഞാൻ വെള്ളം കൊടുക്കില്ല, തരില്ല. കുടിക്കുന്ന വെള്ളമാണ് നിങ്ങളോട് ചോദിച്ചത്, വേറൊന്നുമല്ല. വെള്ളം തരാൻ മനസ്സില്ല. വെള്ളം ഇല്ല ഇവിടെ. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയി കുടിച്ചോളി. ഇവിടെ വെള്ളമൊന്നുമില്ല തരാനും. വെള്ളം കൊണ്ടുവരാനും ആളില്ല. പിന്നെ ഞാനെന്താ ചെയ്യുക? പിന്നെ തുള്ളി വെള്ളം തരാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൈ പിടിച്ചൂടെ? വേറെ പോയി നോക്കി ഇത് വെള്ളം വെച്ച് കുടിച്ചോ. പിന്നെ വേറെ വെച്ചാൽ പോയി കുടിച്ചോ. ഇവിടുന്ന് വെള്ളം തരാൻ വേറെ ആരാന്നാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം തരിക. പിന്നെ ഇങ്ങനെ വരുന്നവർക്കൊന്നും വെള്ളം കൊടുക്കാറില്ല ഇവിടെ. നിങ്ങൾ പോയി വെള്ളം വെച്ചാൽ പോയി കുടിച്ചോളൂ. ഞാൻ തന്ന വഴിക്ക് അങ്ങോട്ട് വിട്ടോ. ഇവിടെ വെള്ളമൊന്നും തരില്ല. എൻ്റെ അമ്മ, ഞാൻ നിങ്ങളെ എന്നെ അറിയില്ലാന്നേ ഉള്ളൂ, എനിക്ക് നിങ്ങളെ അറിയാം. പിന്നെ ഞാൻ അവിടെ താഴെ വീട്ടിലുള്ളതാണ്. ഈ പറമ്പിൽ വിറക് വെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വെള്ളം എടുക്കാൻ മറന്നുപോയി. രാവിലെ ആണല്ലോ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരല്ലേ. ചൂട് ഭയങ്കര ആവിയായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം താമ. കുറച്ച് വെള്ളവും തരില്ല. ഇവിടെ വെള്ളം ഇല്ലാന്നല്ല എന്നോട് പറഞ്ഞേ. എന്നോട് പോകാനല്ല പറഞ്ഞേ. ഈ പൊയ്ക്കോ. ഇത് ആരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം തരിക. അവിടുന്ന് വീടിനൊക്കെ വരുന്നവർക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടൊന്നുമില്ല ഇവിടെ. പൊയ്ക്കോളി. വിചാരിച്ചതാ ഈ തള്ള ഒരു തുള്ളി വെള്ളം തരില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു തള്ളയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഈശ്വര, തൊണ്ട വരണ്ടിട്ടും വയ്യ. ഇവിടെ പുറത്ത് പൈപ്പ്, ആ പൈപ്പാണെങ്കിൽ പൂട്ടി ഇട്ടേക്കാലോ, പുറത്തുമില്ല. മുകളിലത്തെ വീട്ടിൽ ആ ചേച്ചിയുണ്ടോ എന്ന് ആർക്കറിയാം. ഇനി അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വെള്ളം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ വേണ്ട, വേഗം വീട്ടിലേക്ക് ഇറങ്ങി പോകാം, എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളമായിട്ട് വരാം. ഇല്ല അമ്മോ, ഇങ്ങനെ മനുഷ്യന്മാർ ഇന്നത്തെ കാലത്തുണ്ട്. ഒരു തുള്ളി കുടിക്കുന്ന വെള്ളം ചോദിച്ചാൽ കൊടുക്കാത്ത മനുഷ്യന്മാർ. പോയിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് വന്നിട്ട് ബാക്കി വെട്ടാം. അല്ലെങ്കിൽ താഴത്തെ ചേച്ചീനെ വിളിച്ച് പറയാം വെള്ളം കൊണ്ടുതരാൻ. എന്നെ കൊണ്ടാവില്ല വെള്ളം കുടിക്കാതൊന്നും പണിയെടുക്കാൻ. മക്കളാരും ഇല്ലല്ലോ ഇവിടെ. എന്ത് ചെയ്യും ദൈവമേ? ഞാനൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓ, എന്തോ ഒരു കുഴപ്പമാണോ. തല അറിഞ്ഞ
പറഞ്ഞോടുക്കുക ഭക്ഷണേ എൻ്റെ എൻ്റെ മക്കളൊക്കെ അറിയാം ഒന്നുമില്ല കിഴങ്ങ് നോക്കട്ടെ ബഹയിലക്കത്തെ കുട്ടികൾ ആരെയും വരുമോന്ന് ആർക്കറിയാം ഒന്ന് വിളിച്ചു നോക്കട്ടെ മോളേ 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 ഒന്ന് വാ മോളെ അമ്മയ്ക്ക് വയ്യടിയേ അമ്മക്ക് തല ഇറങ്ങുന്നടിയേ മക്കളൊക്കെ പോയി ഇനി എന്താ ചെയ്യാ ഞാനും തല ഇറങ്ങി കിടക്കുക ഒന്ന് വാ മോളേ ഇവിടെ ആരും ഇല്ലേ എന്താ പറ്റിയെന്ന് ആർക്കറിയാം അയ്യോ അതെന്താ ഇവിടെ വീണ് കിടക്കുന്നത് അമ്മ എന്താ പറ്റിയേ രാവിലെ ഒന്നും കഴിച്ചില്ലേ വെള്ളം വേണോ കുടിക്കാൻ വെള്ളം എന്താ നിങ്ങളുടെ അകത്ത് കയറി ഇനി അതിന് പറയുമല്ലോ ഞാൻ കൊണ്ടുവന്ന എന്താണാവോ പറ്റി നീ വെള്ളം കൊടുക്കുമ്പോ അതിന് ഇഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം ഇതാ വെള്ളം എണീച്ച് വെള്ളം കുടിച്ചോ മതി കുറച്ചും കൂടെ കുടിച്ചോ ചിലപ്പോ പ്രഷർ കുറഞ്ഞായിരിക്കും എന്തോ ആണ് തല അറിഞ്ഞ് വിറ്റടിച്ചോടൊക്കെ നിങ്ങളെ ഇവിടെ ആരും ഇല്ലേ ഇവിടെ ആരുമില്ല എല്ലാവരും പോയി പണിക്ക് പോയി ആരുമില്ല പിന്നെ നേരത്തെ കുട്ടീനെ വിളിച്ചതാ ഞാൻ നിങ്ങൾ വെള്ളം ഇന്നലെ വന്ന് വെള്ളം ചോദിച്ചപ്പോൾ തരാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്താ പോകുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു തുള്ളി വെള്ളം കൊടുക്കണം ഒരിക്കലും ഇല്ലാന്ന് പറയും നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ലാത്ത അറിയാത്ത ആൾക്കാരാണെങ്കിൽ പുറത്ത് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് വെള്ളം എല്ലാം നിങ്ങൾ പുറത്ത് കുടിച്ചോണെങ്കിൽ നിങ്ങൾ പറയണം ഇപ്പം നമുക്ക് നിങ്ങൾ ഒറ്റയാക്കാൻ ആരായിരുന്നില്ല ഞാൻ തന്നെ വെള്ളം കൊണ്ട് തരേണ്ടി വന്നില്ലേ ഒരിക്കലും നമ്മൾ ഒരാൾക്ക് വെള്ളം ചോദിച്ചു വന്ന മനുഷ്യന് വെള്ളം കൊടുക്കാതിരിക്കരുത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മ കേട്ടോ ഈ വെള്ളം ചോദിച്ചവർക്കൊരു മോളെ എനിക്ക് അറിയാതെ പറഞ്ഞു പോയതല്ലേ സാരല്ല കുഴപ്പമില്ല ഇനി കുറച്ചും കൂടെ വെള്ളം കുടിച്ചോളെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി ഒരാൾക്കും ഒരു നേരത്തെ ആഹാരം ചോദിച്ചു വരുന്നവർക്ക് ഒരു നേരത്തെ ഒരു ദാഹിക്കുന്ന വെള്ളം ചോദിച്ചു വരുന്നവർക്കോ കൊടുക്കാതിരിക്കരുത് കേട്ടോ ഞാൻ ഒരിക്കലും ചെയ്ത പാവായിരിക്കും മോളെ അല്ലപ്പ നിന്നോട് വെള്ളം വെച്ച് വെക്കേണ്ട ഗതിയോട് വന്നത് അതൊന്നും സാരല്ല കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ആശുപത്രി പോണോ വേണ്ട ശരി എന്നാൽ നിങ്ങൾ പോയിട്ട് കഞ്ഞി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചു നോക്ക് ചിലപ്പോൾ പ്രഷർ കുറയോ കൂടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ നിങ്ങളുടെ മോനെ വിളിക്കണോ വിളിക്കണ്ട ഒരു പണിക്ക് പോയതല്ലേ ഒരു പണി കഴിഞ്ഞ് ഒറ്റക്ക് എന്നാ ഞാനിവിടെ താഴെ വിറക് വെട്ടുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ എന്നാ പോട്ടെ ശരി ഉള്ളു മനുഷ്യന്മാരെ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ ഇന്നലെ തരാൻ വയ്യ ഇന്നിപ്പോൾ ഞാൻ തന്നെ വെള്ളം കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും എന്താ ദൈവത്തിൻ്റെ ഓരോ കളികൾ